മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാർക്കുള്ള രണ്ടാംഘട്ട വനഭൂമി വിതരണത്തിനായുള്ള ഗുണഭോക്തൃ നറുക്കെടുപ്പ് തടസ്സപ്പെട്ടു. നിലമ്പൂർ വ്യാപാരി ഭവൻ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന ഗുണഭോക്താക്കളുടെ യോഗമാണ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മാറ്റിവെച്ചത്. അർഹരായവർ പട്ടികയിൽ നിന്നും പുറത്താകുന്നുവെന്നും തെരഞ്ഞെടുപ്പ് രീതി ശാസ്ത്രീയമല്ലെന്നും ആരോപിച്ച സമരനായിക ബിന്ദു വൈലശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് നടപടി. കളക്ടർ ദീപക് എൽ.ആർ. ഗോളി, പ്രൊജക്ട് ഓഫീസർ സിന്ധു, തഹസിൽദാർ എൽ.ആർ. വിനോദ്, വിവിധ ട്രൈബൽ ഓഫീസർമാർ, റവന്യൂ പട്ടികവർഗ വികസന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. 117 ഹെക്ടറിൽ നിന്ന് 71 ഹെക്ടർ കഴിച്ച് ബാക്കി ഭൂമി വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ബാക്കി ഭൂമിയാണ് രണ്ടാം ഘട്ട നിക്ഷിപ്ത വനഭൂമി വിതരണത്തിന് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ട്. ഗുണഭോക്താക്കളിൽ 417 പേരിൽ നിന്ന് ലഭ്യമായ ഭൂമി അതിന് ആനുപാതികമായി അവരുടെ എണ്ണം 2002 സർക്കാർ ഉത്തരവിന് വിധേയമായി നറുക്കിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അപേക്ഷകരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഈ അപേക്ഷ 144 പേരെ നമുക്ക് കണ്ടെത്തണം. 144 പ്ലോട്ടുകൾ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 417 നിന്ന് 144 പേരെ നറുക്കിട്ട് തിരഞ്ഞെടുത്ത് ബാക്കി വരുന്ന ഭൂമി അവർക്ക് വിതരണം ചെയ്യുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നറുക്കെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെ 217 ടോക്കൺ എത്തിയപ്പോഴാണ് നാടകീയമായ പ്രതിഷേധം അരങ്ങേറിയത്. രണ്ടാംഘട്ട വിതരണത്തിനായി TRDM ജില്ലാ മിഷൻ 417 പേരുടെ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ വിതരണത്തിന് തയ്യാറുള്ളത് 145 പ്ലോട്ടുകൾ മാത്രമാണ്. ലഭ്യമായ പ്ലോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ഗുണഭോക്താക്കളെ ചീട്ടിട്ട് തെരഞ്ഞെടുക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം. വർഷങ്ങളായി ഭൂമിക്കായി കാത്തിരിക്കുന്ന അർഹരായ പലരും ഈ നറുക്കെടുപ്പ് രീതിയിലൂടെ ഒഴിവാക്കപ്പെടുമെന്നും കൃത്യമായ മുൻഗണനാക്രമം പാലിക്കാതെ നറുക്കെടുപ്പ് നടത്തുന്നത് നീതിയല്ലെന്നും ബിന്ദു വൈലശ്ശേരി ആരോപിച്ചു. നമ്മളിപ്പോ ഈ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം ചെയ്യാൻ തന്നെ അവർ തയ്യാറായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ അത് ആ രീതിക്ക് ഇവര് ഭൂമി കൊടുക്കാതെ ഞങ്ങളിപ്പോ ഹൈക്കോടതിനെ സമീപിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ഹൈക്കോടതി ഇവരോടൊരു റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടിപിടി എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം നടക്കുന്നുണ്ടായിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇത് ആദിവാസികൾ ഇത് ആരും പ്രതികരിക്കൂല എന്നുള്ള ഒരൊറ്റ ഭാവത്തില് ഇവര് ചെയ്ത ഒരു നാടകം കളിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കള്ളത്തരത്തിൽ കൂടെയാണ് ഇപ്പൊ ഈ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഈ അവധി ദിവസങ്ങളിൽ മൊത്തം പ്രൊമോട്ടർമാരെ നമ്മളെ കോളനി കൂടെ ഇറക്കിയിട്ടാണ് ഇവർ ഈ ഭൂമി നറുക്കെടുപ്പിനെ പറ്റി തന്നെ കൊടുത്തിട്ടുള്ളത്. അത് മിക്ക ആൾക്കാർക്കും കിട്ടിയ സ്ഥലം ഉള്ള ഒരാളെ പേരുള്ള സ്ഥലത്തല്ല, അവരുടെ കോളനി അല്ല, മറ്റുള്ള ആ കോളനി സ്ഥലമുള്ള ആളെ പേർക്ക് കിട്ടിയില്ലേ. ഇങ്ങനെയൊക്കെ ഓടിപ്പാഞ്ഞ് 2 ദിവസം കൊണ്ടാണ് ഇവർ ഇത് ഇത്രയും ഒപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധം ശക്തമായതോടെ 217 ടോക്കണുകൾ പൂർത്തിയായ ഘട്ടത്തിൽ നറുക്കെടുപ്പ് നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാവുകയായിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ വനം വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിന് കൈമാറിയ 117.1164 ഹെക്ടർ ഭൂമിയിലാണ് വിതരണം നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ നിലമ്പൂർ, ചാലിയാർ, ചുങ്കത്ര പഞ്ചായത്തുകളിലായി 570 കുടുംബങ്ങൾക്ക് ഇതിനോടകം പട്ടയം നൽകിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ കുറുമ്പലങ്ങോട്, അകമ്പാടം വില്ലേജുകളിലെ നെല്ലിപ്പൊയിൽ, കൊടിയേരി, കണ്ണൻകുണ്ട്, അത്തിക്കൽ ബീച്ചുകളിലെ ഭൂമിയാണ് വിതരണത്തിന് പരിഗണിച്ചിരുന്നത്. കണ്ണൻകുണ്ട്, നെല്ലിപ്പൊയിൽ ബീച്ചുകളിൽ 50 സെന്റ് വീതവും അത്തിക്കൽ ബീച്ചിൽ 20 സെന്റ് വീതവുമാണ് വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. 2002 സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ചാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും പ്ലോട്ടുകളുടെ കുറവും ഗുണഭോക്താക്കളുടെ എണ്ണക്കൂടുതലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച നറുക്കെടുപ്പ് എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള TRDM മിഷൻ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. KL 71 ന്യൂസ്, നിലമ്പൂർ.